ശ്രീദേവി എന്ത് പറയുന്നു? ഭ്രാന്തിയല്ല എന്ന് മനസ്സിലായല്ലോ. ശ്രീദേവിക്ക് ഭ്രാന്തില്ല, ശ്രീദേവിക്ക് വട്ടില്ല. ശ്രീദേവി പുതിയതായിട്ട് HD 4K റെസൊല്യൂഷനുള്ള മണിച്ചിത്രത്താഴിനെ കാണുന്നു, എന്നിട്ട് ആസ്വദിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി? ഇഷ്ടമായോ? അടിപൊളിയല്ലേ? സൗണ്ട് അടിപൊളി. HD 4K റെസൊല്യൂഷൻ അതും അടിപൊളി അല്ലേ? ഒരു പുതിയ രൂപത്തിൽ മണിച്ചിത്രത്താഴിനെ കാണാൻ എന്ത് സന്തോഷമല്ലേ? പിന്നെ അവസാനത്തെ സീനിലെ എന്തോ സത്യമാണോ? താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഈ നിങ്ങൾ കാണുന്ന ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കുടുംബം അവരൊക്കെ തന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിനുള്ള ഒരു ക്രെഡിറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മറ്റെല്ലാ ജനറ്റിക്കലാണ്. നന്ദിയുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്, അതിലും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഡബ് ചെയ്തത് ചിലപ്പോൾ ഷീലയായിരുന്നു എന്തോ, എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഒരുപാട് ഡയലോഗ്സ് ഇല്ലാത്തത് കൊണ്ട് ഡബ് ആരാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. ഷീലയാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ മലയാളം ഇത്രയൊന്നും സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതും ഒരു എക്സ്പ്രഷൻസിലായിരുന്നു എൻ്റെ കഥാപാത്രം. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് ഇതൊക്കെ അറിയുന്നത്. പഴയ കാലഘട്ടത്തിൽ കണ്ടതിലും ഇപ്പോൾ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിട്ട് തോന്നുന്നത്? ഇപ്പോഴും പ്രേക്ഷകരുടെ കൂടി ഇരുന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഭയങ്കര സന്തോഷം. ഞാനും ഒരു പ്രേക്ഷകയായിട്ടാണ് കണ്ടത് കേട്ടോ. ഒരു കഥാപാത്രം ചെയ്ത ഒരു ആർട്ടിസ്റ്റായിട്ടല്ല ഞാനിത് കണ്ടത്. ഞാൻ എപ്പോഴും മണിച്ചിത്രത്താഴ് അങ്ങനെയാണ് കാണുന്നത്, ഒരു പ്രേക്ഷകയായിട്ടാണ്. അപ്പോഴാണ് എനിക്ക് നല്ലോണം ആസ്വദിക്കാമെന്നും അത് ഇഷ്ടപ്പെടാമെന്നുള്ള ഒരു മുക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് മാത്രമേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതല്ല, നിങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നില്ലേ, എന്തൊരു സന്തോഷമല്ലേ കണ്ടിട്ട്. നിങ്ങളൊരു എന്താ പറയുക, ഓഡിയൻസ് എന്ന നിലയിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതേപോലെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഏതെങ്കിലും ഒരു സീന് മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? അതോ എല്ലാം നമ്മൾ ഒരുപാട് ഇപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ കാണാൻ പറ്റിയൊരു മൂവിയാണിത് എന്ന് പറഞ്ഞാൽ പഴയ മൂവി. പിന്നെ ഇതും ദേവദൂതൻ ഇപ്പോൾ ഈ അടുത്ത് റിലീസ് ചെയ്തപ്പോൾ കുറച്ച് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെ കട്ടിങ് ഒന്നും ഇല്ല. അതിൽ കട്ടിങ് എനിക്കൊന്നും തോന്നില്ല. പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, TV-യിൽ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയും കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയില്ല. ഇല്ല, എവിടെയും കട്ട് ചെയ്തിട്ടില്ല. എല്ലാ രസകരമായ സീൻസും എല്ലാം അതേപോലെ ഇന്നും ഒരു പുതിയ രൂപത്തിലാണ് ഞങ്ങൾ കണ്ടത്. നന്നായിരുന്നു, അസലായിരുന്നു, വളരെ നന്നായിരുന്നു. ഓക്കെ റൈറ്റ്.